ആർപി അറിയായിരുന്നോ? ഞാൻ ഇല്ല, നമ്മൾ പ്രൈവറ്റ് സെർവർ അല്ലേ, മറ്റേ സെർവറിൽ നിന്ന് ഇറങ്ങിയതാ. അല്ലല്ല, ഇന്ന് വന്നായിരുന്നു. ഇന്ന് അല്ലാതെ കയറി കളിച്ചായിരുന്നു ചോദിക്കുവായിരുന്നു. എന്ത്? ആർപി സിറ്റി കയറിയല്ലേ? ഇന്നലെ ഒരാൾ എന്നെ വിളിച്ചിട്ട് ഞാൻ ഇനി ഒന്നിനും ഇല്ലടാ, ഞാൻ മടുത്തു, ഞാനൊരു ഗ്യാപ്പ് എടുക്കുക, ഞാൻ ഒരാഴ്ചത്തേക്കുള്ള ബാൻ വാങ്ങിച്ചിട്ട് ഇറങ്ങിയത്. ആണല്ലേ? നൈസ് ജോബ് ബ്രോ. നാളെ എത്തൂലേ? ആൻഡ് ഞാൻ കുറെ നാളായി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാധനം തരണം എന്ന് വിചാരിച്ചു. അപ്പൊ ടിവിയുടെ വകയായിട്ട് നിങ്ങൾക്ക് ഇതുവരെ ഒന്നും തരാൻ പറ്റാത്തത് കൊണ്ട് നമ്മളൊരു സാധനം നിങ്ങൾക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ആദ്യം തരാൻ പോണത് ഇത് ടിവിക്ക് വേണ്ടിയിട്ടാണ് ആദ്യം ഇത് ബിൽഡ് ചെയ്തത്. പക്ഷെ ഇത് ആദ്യം ഒരു 10 ബോക്സ് ഞങ്ങൾ ഗീവ് അവേ നിങ്ങൾക്ക് ഇത് കാണുന്ന നിങ്ങൾക്ക് തന്നതിന് ശേഷം ഫ്രീ ആയിട്ട്, പൈസ ഒന്നും ഇല്ല, ഫ്രീ ആയിട്ട് തന്നതിന് ശേഷം നമ്മള് തുറന്നു കാണിക്കാം. അതിനുശേഷം നമ്മള് ഇത് ഓണത്തിന് നമ്മുടെ ടിവിയിലെ എല്ലാ 50 മെമ്പേഴ്സിനും ഈ ഗിഫ്റ്റ് ബോക്സ് ഉണ്ടാവും. അതിന്റെ കൂടെ ആദ്യം നിങ്ങൾക്കായിരിക്കും ഞങ്ങൾ ഈ ഗിഫ്റ്റ് ബോക്സ് തരുന്നത്. സോ ഇത് ഞാൻ കാണിച്ചു തരാം. ഞാൻ ലൈവ് ഇട്ട് നാളെ എത്തൂലേ? നാളെ എത്ത് കണ്ണാപ്പി. സോ ഇതാണ് ഗിഫ്റ്റ് ബോക്സ്. AKFX TV. AKF ആണ് നമ്മുടെ ഓണപ്പരിപാടി കഴിഞ്ഞ വട്ടം ഹോസ്റ്റ് ചെയ്തത്. ഈ വട്ടം അവരാ ഹോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾക്കൊരു ഗീവ് അവേ ആയിട്ട് തരാൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയാണ്. ഇത് ഞങ്ങളുടെ കുറച്ച് മെർച്ച് എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ചെയ്ത ഒഫീഷ്യൽ മെർച്ച് അല്ല, ഇത് അവർ ചെയ്ത മെർച്ചാണ്. സോ ഇതിൽ നിങ്ങൾക്ക് ഇതുപോലൊരു 3 ടീഷർട്ട്സ് ഉണ്ടാവും. ഒരു നോർമൽ ഒരു സാധാ ഒരു ടീഷർട്ടും പിന്നെ AKFന്റെ ഒരു ടീഷർട്ടും ടിവിയുടെ ഈ ഹുഡി ഉണ്ടാവും. സോ അപ്പൊ ഇതൊരു 10 പേർക്ക് ഞാൻ ഗീവ് അവേ ആയിട്ട് ഒരു ചെറിയ പോസ്റ്റ് ഇടും. അവരിടുന്ന ദിവസം ഞാൻ നിങ്ങൾക്ക് തരാം. അപ്പൊ ഇത് അവര് ചെയ്ത പറിച്ച. അപ്പൊ എനിക്ക് എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ നോക്ക്. ഞങ്ങളുടെ ഒഫീഷ്യൽ മെർച്ച് അല്ല ഇത്. ഞങ്ങളുടെ ഒഫീഷ്യൽ മെർച്ച് ഞാൻ പറഞ്ഞില്ല ഗൈസ്, ഞാൻ അൻവിൻ്റെ ഒക്കെ കൂടെ തുടങ്ങാനിരുന്ന അതിനകത്താണ് ഇതിന്റെ ഒഫീഷ്യൽ മെർച്ച് നമ്മൾ കൊണ്ടുവരാനിരുന്നത്. പക്ഷെ എന്താ പറയാ, അത് അങ്ങനത്തെ ഒരു രീതിയിൽ ഇതായി പോയപ്പോഴത്തേക്കിനും എനിക്കത് ചെയ്യാൻ താല്പര്യമായിരുന്നു. ഇപ്പം ഞാനത് വിനീതിൻ്റെ പേരിലോട്ടും എൻ്റെ പേരിലോട്ടുമായിട്ട് കംപ്ലീറ്റ്ലി ആ കമ്പനി ചേഞ്ച് ആക്കിയിട്ടുണ്ട്. അതിപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നുള്ളൂ. അതിൻ്റെ സ്റ്റാറ്റസ് ഇതുവരെ മാറിയിട്ടില്ല. മാറിയതിന് ശേഷമേ ഞാനത് ലോഞ്ച് ചെയ്യുള്ളൂ. ആ ഒഫീഷ്യൽ മെർച്ച് അത് കുറച്ച് അടിപൊളി മെർച്ച്, അത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം. അത് ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ഗീവ് അവേ പോസ്റ്റ് ഞാൻ എന്തായാലും സ്റ്റോറി ആയിട്ട് ഇടാൻ വന്നാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് തരാം കേട്ടോ. ഇതിൽ ഇപ്പം എൻ്റെ 10 എണ്ണം ഉണ്ട് ആ ബോക്സ് സെയിം. ഓക്കെ, ക്യാഷ് തരാം. അത് നാളെ ഫ്ലെക്സും ചെണ്ടമേളം ഒക്കെ ഉണ്ട് കേട്ടോ. ചെണ്ടമേളോ? ആനയൊന്നുമില്ല. ആന ട്രൈ ചെയ്തില്ല. നീ ലൈവ് ഇടുവോ ഞാൻ ഇടണോ? അണ്ണൻ ഇട്ടാ മതി, ഞാൻ ഇവിടെ ഇടാനാ. ഞാൻ വേണ 5000 റിക്കൊക്കെ തന്നെ നിനക്ക് വേണം, ഇടുന്നെങ്കിൽ ഇട്ടോ. ഇല്ല, അണ്ണനിട്. നിങ്ങൾ എന്തിനാ അടി വിടുന്നേ? ഞാനിടാം. നീ ഇടണ്ട. അണ്ണ ഇടണേ അണ്ണാ. ഞാൻ അണ്ണൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞില്ലേ അണ്ണ ഇടണം. എടാ വൈഫൈ ഒക്കെ സെറ്റ് അല്ലേ അവിടെ? വൈഫ് എല്ലാം സെറ്റാ. വൈഫോ വൈഫൈ എല്ലാം സെറ്റാ. നീ എന്തിനാടാ തിരുവനന്തപുരത്തുള്ള അവളെ വിളിച്ചിട്ട് ഇതിന് വരണം എന്നൊക്കെ പറഞ്ഞത്? സ്നേഹം കൊണ്ട്. നമുക്ക് ചേച്ചിയുടെ സ്ഥാനത്തേക്ക് ആൾക്കാർ കുറവല്ല. ചേച്ചിയുടെ സ്ഥാനത്തേക്ക് ഇപ്പൊ വന്ന് പ്രശ്നമാണ്. ഇപ്പൊ ഞാൻ ഇന്ന് രാത്രി വണ്ടി ഓടിച്ച് ലൈവും കഴിഞ്ഞ് തിരുവനന്തപുരത്ത് പോയി അവളെ വിളിച്ചോണ്ട് അവിടെ വരുന്ന കാര്യം പോസിബിൾ ആണോ? അല്ല, പോസിബിൾ അല്ല. ഞാൻ അറിഞ്ഞില്ലല്ലോ ചേച്ചി തിരുവനന്തപുരത്താണ്. എനിക്കോ ട്രിവാൻഡ്രം വരെ ഓടിച്ചു വന്നിട്ട് തിരിച്ചു ഇവിടെ വരാൻ. നിന്നെ എടുക്കാൻ ഞാൻ, നിന്നെ എല്ലാരും എടുക്കാൻ ഞാൻ. വരുന്ന വഴി കുണ്ട്ര നിർത്തി എന്നെ കൂടെ എടുക്കാം. കുണ്ട്ര നിർത്തി ഞാൻ കുറച്ച് നിന്നെ എടുത്ത് അവിടെ നിന്ന് കുറച്ച് കുണ്ട്രന്ന് കുറച്ച് അണ്ടിയും മേടിച്ചു വരാം. എന്തൊക്കെയാണെന്ന്. അതാ മൈക്ക് എന്തോ പരവരെ പോലെ ഉണ്ട്. അത് എന്റെ മൈക്കല്ല, വേറെ. ഇതിവിടെ ഇത് ഞാൻ കൂട്ടിയിട്ടിരിക്കുവാണോ? നീ AKG എടുത്ത് പറയല്ല, അത് എന്റെ മൈക്കാ. അത് കേട്ടാ, AKG P4 അത് എന്റെ മൈക്കാ. എന്റെ മൈക്കാ, അത് എന്റെ മൈക്കാ. എന്റെ ചോര നീര് എന്റെയാ. എല്ലാ ദിവസവും അളിയാ. വേറൊരു കാര്യം, കണ്ണാപ്പുഴ വീട്ടിൽ നിന്ന് വലിയ ദൂരമില്ല എൻ്റെ അടുത്തോട്ട്. സ്നേഹം കൊണ്ട് ഇങ്ങോട്ടൊന്നും വരില്ല. അവിടെ വന്ന് പങ്കെടുത്തിട്ട് പൊക്കോണം.
ഇവിടെ ആണെങ്കിൽ ഒരുപാട് സാധനങ്ങൾ അൺബോക്സ് ചെയ്യാൻ വെച്ചിരിക്കുക. അതല്ലേ അപ്പൊ ഞാൻ അണ്ണാ പിന്നെ